ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂ ബെൽസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ഞാനും അവളും കൂടെ ഒരു ലിവർ റോസ്റ്റ് തയ്യാറാക്കാൻ പോവാണ്. ഈ ഒരു ഞങ്ങളുടെ ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ആകാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് ലിവർ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ചെറിയ പരിപാടിയാണ്. അപ്പോൾ നിങ്ങളെ കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. വലിയ പിടിയൊന്നുമില്ല, ഞങ്ങൾ രണ്ടാളുടെ അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ചിട്ട് ഒരു കുക്കിംഗ് ആണ്. അവൾ തൃശ്ശൂരാണ്, ഞാൻ വയനാടാണ്. അപ്പോൾ വയനാടും തൃശ്ശൂരും കൂടിയുള്ള കുക്കിംഗ് ആണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞടുക്കളയിലേക്ക് പോകാൻ വരും. ഹായ് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞടക്കള. ഇതിലാണ് ഞങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഇരിക്കുന്നത്. കണ്ടോ, എവിടെയാ സാധനങ്ങളൊന്നും ഒരു പിടിയുമില്ല. അശ്വതിയേച്ചി ഇവിടെ ലിവർ സെറ്റാക്കി വെച്ചിണു, തക്കാളി സവോള ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാണ്. ഉള്ളി, മുളക്, ഇഞ്ചി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫ്ലെയിം ഓൺ, ഗ്യാസ് പൂട്ടിയേക്ക്. അത് പൂട്ടിക്കാണ് ഗൈസ്, എന്റെ പണിയാണ്. ഇവിടുത്തെ അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്ന ആള്. അപ്പൊ നമുക്ക് ഗ്യാസ് പാനിൽ അത് തികയൂല്ലേ. ഇതും ഇങ്ങനെയുള്ള പരിപാടികളാണ് ഞങ്ങള്. സമയം കളയാനായി അതെ, എല്ലാ ദിവസവും കിടന്ന് ഉറങ്ങും ഡ്യൂട്ടി ഇല്ലാത്തപ്പോ. ഇന്നിപ്പോ എന്തായാലും കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ലീവ് ദിവസങ്ങൾ കുക്ക് ചെയ്താണ് ഞങ്ങൾ ആനന്ദകരമാക്കുന്നത്. അപ്പോ ചൂടായിട്ടുണ്ട്, നമുക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടി ഇല്ലപ്പാ, സെറ്റാണ്. ഇനി അടുത്തതായിട്ട് കടുകുവറ. അതേ പറയാം, വെളുത്തുള്ളി തീർന്നു. വെളുത്തുള്ളി നല്ല മേടിക്കാം. വെളുത്തുള്ളി ഇല്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ കടുക് ഇതിലിടൂല. ഞാൻ തൃശ്ശൂരാണേ. ചേച്ചി ചേച്ചി എവിടെയാ? വയനാട്. ഞാൻ തൃശ്ശൂര്. ഞങ്ങള് മാങ്ങക്കറിയിലൊക്കെ കടുക് പൊട്ടിക്കൂ, മാങ്ങക്കറി അങ്ങനത്തെ കടുക് പൊട്ടിക്കൂ. അല്ലാണ്ട് പോലും ഫ്രണ്ട് ചേച്ചി എവിടെയാണ് എനിക്ക് തെറ്റിപ്പോവും. കണ്ണൂർ കരിയുണ്ട്, ഒരു വയനാട് കരിയുണ്ട്. ഇതേപോലെ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇഞ്ചി താഴെ എടുക്കേ. അയ്യോ, എവിടെ ഇളക്ക നല്ലോണം ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറയ്ക്കൂ. മാനത്തെ ചെമ്പകം പൂത്തില്ലേ. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഹെൽമെറ്റ് വെക്കുന്ന ഒരു അവസ്ഥയാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ സവാള, അരിഞ്ഞു വെച്ച സവാള ചേർക്കാൻ പോയാണ്. ശരി, സവാള ഞാനൊരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം വരട്ടിയെടുക്കണം. വാട്ടി വരുമ്പോ ഒന്നും ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അതുകൊണ്ട് ഞാനൊരു 3.5 എടുത്തു. ഞാന് ഉപ്പ് തപ്പുകയാണ്. മുകളിലാണ്. ഇതാണ് അമ്മ, അതുകൊണ്ട് അവളോടെല്ലാം ചോദിച്ചു. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കൂടി ഇട്ടു. ഒരു എടുത്തില്ലടി ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ഏലക്കായ. പിന്നെ ഈ ഒരു 3 ഏലക്ക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തപ്പോഴത്തേനും ക്ഷീണിച്ചു ഗൈസ്. അയ്യോ പാവം അശ്വതിയേച്ചിക്ക് നാളെ രാവിലെ 8 മണിക്ക് പോകണം ഗൈസ്. സാറ് വിളിച്ചപ്പോ ഞാനാണ് ഫോൺ എടുത്തത് ഗൈസ്. അശ്വതിച്ചി ആ വിഷമം കൊണ്ട് ഇപ്പൊ ഞാൻ എടുക്കുന്ന വീഡിയോ എടുക്കിടക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉള്ളി വഴണ്ടില്ലേ ഇത്. ഇനി നമുക്ക് അടുത്തായിട്ട് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ അതിനു മുമ്പ്
നമ്മുടെ പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചിക്കൻ മസാലയാണ് ഇടാൻ പോകുന്നത്. കയ്യും കണക്കൊന്നും ഇല്ലാതെയാണ് ഇടുന്നത്. മതിയെന്ന് തോന്നുന്നു. അടുത്തത് കുരുമുളക് പൊടി എടുക്കും. ഞാൻ മുളക് പൊടി കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ. ബാക്കി എരിവൊക്കെ കുരുമുളക് പൊടിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ആക്കണം. ഇട്ടോ നീ ധൈര്യമായിട്ട് ഇട്ടോ. ഓക്കെ, അപ്പോൾ കുരുമുളക് പൊടി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 2 വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സോസ് ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ച് തക്കാളി നന്നായിട്ട് വേവുന്നത് വരെ ബീൻസ് എസ്കേപ്പായി. അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ ലിവർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ലിവറല്ല, ചിക്കൻ്റെ ലിവർ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് മഞ്ഞൾപ്പൊടി ഇത്തിരി കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പം ഞാനിവിടെ എല്ലാം ക്ലീൻ ആക്കിയിരിക്കുന്നു. നമ്മുടെ ലിവർ എന്തായി നോക്കാം. ഞാനിതിലൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ. എടി ഇതൊന്ന് പിടിച്ചടി. ഇപ്പൊ തെന്നി മറിഞ്ഞെൻ്റെ ദേഹത്ത് വീണാണ്. നല്ല സ്മെല്ലുണ്ട് ഗൈസ്, നല്ല സ്മെല്ല്, ഒരു രക്ഷയില്ല. സ്മെല്ലിലൂടെ മനസ്സിലാവും നമുക്കത് നല്ല രുചികരമായ ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഹോട്ടലിൽ പോയാൽ പോലും ഇത്രയും ടേസ്റ്റ് ഫുഡ് കിട്ടില്ല. 100% ഉറപ്പ് പറയാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാലും നമ്മൾ ടേസ്റ്റ് അല്ലേ വന്നാൽ നമ്മൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അത്രയും 100% ഉറപ്പാണ് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഞാൻ അഴയമ്മ തുണി എടുക്കാൻ പോയിക്കായിരുന്നു ഗൈസ്. പുറത്തേക്ക് വേറെ മണം കിട്ടി. ഞാൻ ഓടി വരെ ചെയ്ത് ഇവളിടയ്ക്ക് മുങ്ങി. കാരണം പണിയൊന്നും എടുക്കണ്ടല്ലോ അതിന് വേണ്ടിട്ട്. അപ്പൊ പക്ഷെ നമ്മളത് കാര്യമാക്കുന്നില്ല ഗൈസ്. ഇപ്പൊ നിങ്ങളെയും കൂടെ കൂട്ടി കുക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായതുകൊണ്ടാണ് ഞാനിന്ന് ഞങ്ങൾക്ക് ലീവാണ്. അപ്പൊ ആ ഒരു സമയത്ത് കണ്ടിട്ട് കൊതിയാണ് ഗൈസ്. നല്ല മണാണ് കേട്ടോ. കാരണം ആ മല്ലിയില, ആ ഒരു ഏലക്ക, മസാല, കറിവേപ്പില അല്ലേ, എല്ലാം കൂടെ കുരുമുളക് പൊടി എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ ആദ്യം പ്രിൻസിക്ക് ഇഷ്ടമുള്ളത് വറുത്തിട്ട് അല്ലേ, ഞങ്ങള് വറുക്കും. വറുത്തിട്ടാണ് സവോള സാധനങ്ങളൊക്കെ വാട്ടിട്ട് അതിൽ കൂടെ ഇടുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. കാരണം അല്ലേ നമ്മള് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടെ അല്ലേ. ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഹെൽത്തി ആണോ എന്ന് നോക്കുമായിരുന്നു. ഫുഡ് എക്സ്പെൻസ് കുറഞ്ഞ ഫുഡായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പ്ലാവലയും കൊണ്ടുള്ള തോരനൊക്കെ കണ്ടു നോക്ക് കേട്ടോ. അതിൽ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, ടേസ്റ്റി, ഹെൽത്തി, ടേസ്റ്റി, നോ എക്സ്പെൻസ്. അങ്ങനെയായിരുന്നു ആദ്യം ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ടേസ്റ്റി ആണെന്ന് നിങ്ങൾക്ക് കഴിച്ചു നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ലിവർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളുടെ ലിവറൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല വിശന്നിരിക്കുകയാണ്. പിന്നെ കുറച്ച് തൈരുണ്ട്, അച്ചാറുണ്ട്, സാമ്പാറുണ്ട്. അത് ഞങ്ങൾ എടുത്തില്ല, കാരണം എന്തിനാ ഇതിന്റെ ടേസ്റ്റ് കൂടെ കളയുന്നത്. അപ്പം ഞങ്ങളിവിടെ കഴിക്കാനിരിക്കുകയാണ്. ഞാനും ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചോ, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി. ശരിക്കും ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഞാൻ നേരത്തെ തള്ളിയതായിരുന്നു, പക്ഷെ ഇപ്പൊ ശരിക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങളിത് ഫിനിഷ് ചെയ്തിട്ട് വരാം.